ഹായ് കൂട്ടുകാരെ, ഞാൻ എല്ലാ ദിവസവും വരല് കൃഷിയായിട്ടല്ലേ. പൂക്കളെ കാണിക്കുക, നടുന്നത് കാണിക്കുക. എന്നാൽ ഇന്ന് ഞാൻ വരുന്നത് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയായിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടത് നല്ല പുളിയം മാങ്ങല്ലേ, നാട്ടുമാങ്ങ, അത് പഴുത്തതാ ഇത് വേണ്ടത്. ഇതുണ്ടെങ്കിൽ നമ്മള് എത്രയും ചോറ് തിന്നു, വേറെ ഒരു കറി നമുക്ക് വേണമെന്നില്ല. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാലോ. വലിയ വീഡിയോ. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഇങ്ങനത്തെ മാങ്ങയാ നല്ലത്. ഇത് നാടൻ മാങ്ങയാ, പുളിമാങ്ങ, നാടൻ മാങ്ങ എന്നൊക്കെ ഇവിടെ പറയും. നിങ്ങളൊക്കെ എന്താ പറയാന്നുള്ള അറിയില്ല. പിന്നെ ഇത് പച്ചത് തിന്നാൻ കഴിയില്ല, പച്ചത് ഭയങ്കര പുളിയാ. ഇത് പഴുത്താലുണ്ടല്ലോ നല്ലൊരു മധുരമാണ്, കൂടാത്തതിന് അത് നല്ലൊരു സ്മെല്ലാ. ഒരു കാറ്റടിച്ച പടപടോന്ന് പറഞ്ഞ് വീണ് പെറുക്കിയെടുക്കും. അങ്ങനെ ഞാൻ പെറുക്കിയെടുത്തതാ ഇത് നാട്ടുമാങ്ങ. ഇത് നമ്മളങ്ങനെ വളർത്തിണ്ടാക്കുന്ന മാങ്ങയൊന്നുമല്ല, തോട്ടത്തിലൊരു മാവ് ഉണ്ടാവുന്നത് അങ്ങനെ പറിക്കുന്നത്, അതാണിത്. കണ്ടില്ലേ? ഞാനിത് തൊലിയെല്ലാം കളയട്ടെ കേട്ടോ. മാങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞു. ഇത് നല്ല ചുവപ്പുണ്ട്, എന്തോ ക്യാമറയിൽ കുറച്ച് കളർ കുറവാണ് കാണുന്നത്. ഇത് നമ്മൾ സ്കൂളും മദ്രസൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ മാങ്ങ പെറുക്കിയിട്ട് ഈമ്പി തിന്നുന്ന മാങ്ങല്ലേ, അതാണിത്. ചുണ്ടൊക്കെ അതിന്റെ കറ വന്നിട്ടുണ്ടെങ്കിൽ ചുണ്ടൊക്കെ പൊള്ളുന്ന സൈസ്. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ സൂപ്പറാട്ടോ. അപ്പം ഞാനിത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ നല്ലത് മൺചട്ടിയാണ്. ഇത് മൺചട്ടിയിലേക്ക് 10 മാങ്ങ ഉണ്ട്. ഉണ്ടാക്കുമ്പോൾ കുറച്ചങ്ങ് ഉണ്ടാക്കാന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. നല്ലോണം അങ്ങ് കൈ കൊണ്ട് അങ്ങനെ ഉടച്ചെടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ചേർന്നോളും. ഒരു നീരൊക്കെ നിങ്ങൾ പുറത്തിറങ്ങിക്കോളും. അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം, ഒന്ന് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ടേ വേഗം അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ഒരു 10 മിനിറ്റോളം ഇതിന് വേവുണ്ട്. എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കട്ടെ. ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ മൺചട്ടി ഇങ്ങനെയുള്ള കയ്യിലൊക്കെ നല്ലത്. ഇത് നല്ലോണം വേവട്ടെ. അടപ്പ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കുക, ഒട്ടിപ്പിടിക്കുക. അപ്പൊ ഇടയ്ക്കൊന്നും ഇങ്ങനെ ചെയ്തിരിക്കണം നിർബന്ധം, അല്ലെങ്കിൽ വേറൊരു ചാവൊന്നും കളയും അടി പിടിച്ചാൽ. ഇത് വെന്തു. ഇനി ഞാൻ അരപ്പ് റെഡിയാക്കട്ടെ. അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം കുറച്ച് മതി, പിന്നെ ഒരു പച്ചമുളകും. ഇത് ഞാൻ മിക്സിയിലിടട്ടെ. ജാറിലേക്ക് ഇട്ട് നമ്മൾ വെള്ളമല്ല കേട്ടോ ഒഴിക്കുന്നത്, പകരം നമ്മൾ നല്ല തൈരാണ് ഒഴിക്കുന്നത്. നമ്മൾ മാങ്ങൻ്റെ എണ്ണത്തിനനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടണം, തേങ്ങൻ്റെ അളവ് കൂട്ടണം, എല്ലാം കൂട്ടേണ്ടി വരും. ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാം. ഞാൻ 10 മാങ്ങ, കുഞ്ഞു മാങ്ങയാണല്ലോ, 10 എടുത്ത് ഇനി നല്ലൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് വെല്ലം ഇടുന്നുണ്ട്. ഇനി വെല്ലം ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്താലും മതി. അപ്പൊ നമുക്ക് മധുരം കുറവുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് വെല്ലപ്പൊടിയൊക്കെ ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇത് അടച്ചു വെക്കണമെന്നില്ല, ഇങ്ങനെ ഞങ്ങളൊക്കെ. ഒരു സ്പൂണ് നെയ്യും വെല്ലമൊക്കെ അങ്ങ് ചേർക്കുമ്പോണ്ടല്ലോ ഇതിന്റെ ലെവലങ്ങ് മാറും ടേസ്റ്റിന്റെ. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരി അധികം ലൂസാവരുത്, ഇങ്ങനെ ഈ പാകത്തിനേ ആകാവൂ. പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കാനും പറ്റില്ല, അത് ചൂടായാൽ തന്നെ മതി, കാരണം അത് മൺചട്ടിയാ. പിന്നീട് അങ്ങോട്ട് വേഗം അങ്ങ് വറ്റിപ്പോവും.
ഈ സമയത്ത് നമുക്ക് ഉപ്പിന്റെ അളവ് നോക്കണം. ഉപ്പ് എങ്ങനെയുണ്ട്, കൂടിയോ കുറവോ ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് താളിപ്പ് അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മാമ്പഴ പുളിശ്ശേരി ആണെങ്കിൽ നമ്മൾ അതിന് വറവിന് നെയ്യാണ് വെക്കേണ്ടത്. മറ്റുള്ളതുപോലെ അല്ല, ഇത് വ്യത്യാസമാണ്, നെയ്യാണ് വേണ്ടത്. എന്നാലേ അതിൻ്റെ ശരിയായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നെയ്യ് ചൂടായി കടുക്, 2 മണി ഉലുവ, വറ്റൽ മുളക്, കരിവേപ്പില, ഇതങ്ങ് ഓഫാക്കാം. ഇനി താളിപ്പ് ഇതിലേക്ക് ഒഴിക്കും. മറ്റ് ഇളക്കി വെക്കാണ്ട് തന്നെ നമ്മൾ മൂടി വെക്കും. നമുക്ക് തുറക്കാം. 2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ അതിൻ്റെ മണം എല്ലാം എല്ലാത്തിലും ആയിക്കോളും. ഇനി അങ്ങ് ഇളക്കി. നല്ല അടിപൊളി മാങ്ങാ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതാ ലൂസ് എല്ലാം ഒത്തതായിട്ടുണ്ട്.